നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് തെറ്റാണോ? ചിലർ അതിനെ ബിദ്അത്ത് എന്ന് വിളിക്കുമ്പോൾ മറ്റു ചിലർ അത് പ്രവാചകനെ സ്നേഹിക്കുന്നതിന്റെ അടയാളമായി കാണുന്നു. എല്ലാവരെക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്? നമ്മുടെ ആരംഭ റസൂലിനെ. ഖുർആൻ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും മറ്റെല്ലാവരെക്കാൾ അധികം സ്നേഹിക്കണം. അതായത് നബിയോടുള്ള സ്നേഹം ഓരോ മുസ്ലിമിന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ കടമയാണ്. നബി ജനിച്ച ദിനം ഓർക്കുന്നത്, ആ ജീവിതം പഠിച്ച് നന്ദി പറയുന്നത് തെറ്റല്ല, മറിച്ച് അത് സ്നേഹത്തിന്റെ അടയാളമാണ്. സ്വഹാബികൾ പല പ്രത്യേക ദിവസങ്ങളും ഓർക്കാറുണ്ടായിരുന്നു. ബദ്ർ ദിനം നടന്ന ദിവസം, ആശൂറ ദിനം, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിനം ഓർക്കുന്നത് യുക്തിസഹവും ആത്മീയമായി പ്രാധാന്യമുള്ളതുമാണ്. നബി ജനിച്ച ദിനം ഓർക്കുന്നത് എങ്ങനെ തെറ്റാവും? പ്രവാചകൻ തിങ്കളാഴ്ച നോമ്പ് നോറ്റിരുന്നു. സ്വഹാബികൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നബി നൽകിയ മറുപടി, അന്നാണ് ഞാൻ ജനിച്ചതും അന്നാണ് എനിക്ക് വഹി ലഭിച്ചതും എന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജന്മദിനത്തെ ഓർത്തിരുന്നു. അത് ആരാധനയായ നോമ്പിലൂടെ പ്രകടിപ്പിച്ചുകൊണ്ട് നന്ദി പറഞ്ഞിരുന്നു. ഇതാണ് നബിദിനത്തിന്റെ ഏറ്റവും ശക്തമായ തെളിവ്. നബിദിനങ്ങളിൽ സാധാരണ നടക്കുന്നത് എന്താണ്? ഖുർആൻ ഓതൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര പഠനം, പ്രസംഗങ്ങൾ, ഹൃദയത്തെ ഉണർത്തുന്ന ഓർമ്മപ്പെടുത്തലുകൾ, പ്രാർത്ഥനകൾ. ഇവയെല്ലാം ആളുകളെ അള്ളാഹുവിനോടും നബിയോടും കൂടുതൽ അടുപ്പിക്കുന്ന പ്രവർത്തികളാണ്. കുട്ടികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരായിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നറിയാനുള്ള ഏറ്റവും നല്ല അവസരമാണിത്. അതുകൊണ്ട് അതിരുകടക്കാതെ നടത്തുന്ന നബിദിനം പുണ്യപ്രവർത്തനമായി മാറുന്നു. സുന്നത്ത് പാലിച്ച് നബിയുടെ ജീവിതം പഠിക്കുന്നതിനും സ്നേഹം പുതുക്കുന്നതിനുമായി ചെയ്യുമ്പോൾ അത് വലിയൊരു നന്മയാണ്. സ്വഹാബികളുടെ കാലത്ത് പല കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഖുർആൻ തഫ്സീർ ഗ്രന്ഥങ്ങൾ, മദ്രസ വിദ്യാഭ്യാസം, ഇസ്ലാമിക സമ്മേളനങ്ങൾ, ഇവ സ്വഹാബികൾ ചെയ്തിരുന്നില്ല. എന്നാൽ പിന്നീട് പണ്ഡിതന്മാർ അവയെല്ലാം അംഗീകരിച്ചു. കാരണം അവ നല്ല ഉദ്ദേശത്തോടെയുള്ള പുതുമകളാണ്. നബിയുടെ ജനനം ലോകത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് ഓർക്കലും നന്ദി പറയലും ഓരോ വിശ്വാസിയുടെയും കടമയാണ്. അള്ളാഹുവേ, നബിയോടുള്ള ഞങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കുകയും നബിയോടുള്ള സുന്നത്ത് പാലിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ.